Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. എൻ്റെ ജീവിതത്തിൽ 8ന്റെ പണി കിട്ടിയ ദിവസമായിരുന്നു അത്. ആ മരത്തിലിരിക്കുന്ന തെണ്ടി എൻ്റെ അയൽവാസിയും സർവോപരി ആത്മാർത്ഥ സുഹൃത്തുമാണ്. അല്ല, ആയിരുന്നു. ആ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നുമല്ല അവർ ഈ മരത്തിൽ കയറി ഇരിക്കുന്നത്. അവരിവിടെ പെട്ടുപോയതാണ്. അവരിനി എന്തു ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയില്ല. നമ്മളിനി എന്ത് ചെയ്യും? ക്ലാസ് അവിടെയാണ്. താങ്ക് യു. ഏതു മഹാന്റെ മോൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ ഈ തടിയനോട് വണ്ണം കുറയ്ക്കാൻ യോഗയ്ക്ക് ചേരാൻ? ഇതിൻ്റെ എന്തേലും ആവശ്യം ഇവനുണ്ടായിരുന്നു? എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. 6 പാക്സിലും മസിൽസിലും ഒന്നുമല്ല കാര്യം വേറെന്തോ ആണ്. ഞാൻ നിത്യ നമ്പൂതിരി, നിങ്ങളുടെ യോഗ ടീച്ചർ. ഇരിക്കൂ.
നമസ്കാരം. ഇരിക്കൂ. പരമേശ്വരൻ സാറല്ലേ വാട്ടർ വർക്സിലുണ്ടായിരുന്ന? അതെ, പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. നമ്പൂരി സാർ എപ്പോഴാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്? ഇവിടെ ചാർജ് എടുത്തിട്ട് 2 മാസമായി. ഓ, അന്യ നാട്ടിൽ കിടന്ന് മടുത്തു. സാറെന്താ ഇവിടെ? ഒരു ലോൺ എടുത്തിരുന്നു, അതിന്റെ തവണകൾ മുടങ്ങി. അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എന്ത് ലോണാണ്? സാറിന്റെ പേരിലാണോ? അല്ല, മോന്റെ പേരില്ല. ആഹാ. ഇവനെ മനസ്സിലായോ നമ്പൂരി സാറിന്? എൻ്റെ മോനാ, ആഹാ. കിരൺ. ആ, നിനക്ക് മനസ്സിലായോ നമ്പൂരി സാറിനെ? നമ്മുടെ ശ്രീരാജിന്റെ വീട്ടിലല്ലേ ഇവര് പണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നേ. അങ്കിളിനെ എനിക്ക് നേരത്തെ അറിയാം. അങ്കിളിന്റെ മോള് നിത്യ ഞങ്ങളുടെ യോഗ സെന്ററിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ വെച്ച് 2-3 തവണ അങ്കിളിനെ നിത്യയോടെ കണ്ടിട്ടുണ്ട്. നിത്യ നമ്പൂതിരി അല്ലേ? എനിക്കറിയാം. ഒരു മോളല്ലേ ഉള്ളൂ. അതെ. നമ്പൂരി സാറിന്റെ മോളെ നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഒന്നിച്ചല്ലേ പഠിച്ചത്? ഒരു ബസ്സിലല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? നീ ഇന്ന് ബസ്സിൽ പോണ്ട. ഇത് നോക്കിയേ. എന്താ മോളെ? എന്താ ഇത്? ആഹാ, കൊള്ളാമല്ലോ. പോക്കിത് എവിടെ കിട്ടി? നമ്മുടെ കിട്ടുന്നാണെന്താ? ആ തടിയല്ലോ. അവൻ തരുന്നൊന്നും വാങ്ങിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ ഒരു പെൺകുട്ടിയല്ലേ? ഓരോ ചെറുക്കന്മാരുടെ ഉള്ളിൽ നിൽപ്പ് നീ തിരിച്ചറിയണ്ടേ? ഇത് തന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഈ തപ്പേരെങ്ങനെ കേൾപ്പിച്ചാൽ നിന്നെ കൊന്നാളെ ഞാൻ. എന്തൊക്കെ നിങ്ങൾ ഈ കൊച്ചിനോട് പറയുന്നേ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? അല്ല, എന്നാലും അവളിതൊക്കെ മനസ്സിലാക്കണ്ടേ? അക്ഷരം പോലും ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. പിന്നെയാ മനുഷ്യരുടെ മനസ്സ്. വെറുതെ ഇരുന്ന് കൊച്ചിനെ കരയിപ്പിച്ച് നിങ്ങൾക്ക് എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ പഴയ കാര്യങ്ങൾ എന്തോ ആലോചിച്ചിരുന്നു പോയി. അത് കാര്യമാക്കണ്ട. അല്ല, ലോണിന്റെ എന്തോ പ്രശ്നം പറഞ്ഞല്ലോ. എഡ്യൂക്കേഷൻ ലോണാ. കിരണിന്റെ പേരില്ല. ഇവൻ ബിടെക് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. കുറച്ച് പേപ്പേഴ്സ് കിട്ടാനുണ്ട്. നോക്കാം. കിരൺ PS 4 മാസത്തെ EMI ഉള്ളത്. ഒരു തവണ പോലും അടച്ചിട്ടില്ല. അതെ, ഒരു ജോലി കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാമെന്ന് കരുതിയാ ലോൺ എടുത്തത്. പക്ഷേ ബിടെക് പാസ്സാകാതെ എന്ത് ജോലി കിട്ടാനാ? എന്താ കിരൺ, എത്ര പേപ്പർ കിട്ടാനുണ്ട്? എന്ത് സംഭവിച്ചു? അത് പിന്നെ അങ്കിൾ. എന്ത് സംഭവിക്കാൻ? പഠിക്കാതെ ക്ലാസ്സും കട്ട് ചെയ്ത് നടന്നു കാണും. എന്താ കിരണ ഇങ്ങനെ വയസ്സുകാലത്ത് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്? പഠിക്കേണ്ട സമയത്ത് പഠിച്ചുകൂടെ? ഉപദേശിച്ചാൽ പഠിക്കത്തില്ല. പക്ഷെ നമ്മൾ കാര്യം പറയണമല്ലോ. എത്രയും പെട്ടെന്ന് പോയി ബാക്കി പേപ്പേഴ്സ് എഴുതിയെടുക്ക്. എന്നിട്ടൊരു ജോലിക്ക് കയറി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. പക്ഷെ സാറേ, അതുവരെ ബാങ്കിന് കാത്തിരിക്കാൻ പറ്റില്ല. സാർ എത്രയും പെട്ടെന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് ഇങ്ങോട്ട് ഞാൻ അടയ്ക്കണം. ഇനി കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ അറിയിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അല്ല, ഒരു ചായ കുടിച്ചിട്ട്. ഓ വേണ്ട, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. ഓ എന്നാ ശരി. ശരി. അങ്കിൾ, നിത്യ എപ്പോഴും യോഗ സെന്ററിൽ തന്നെയല്ലേ പഠിപ്പിക്കുന്നേ? നിത്യയുടെ നമ്പർ ഒന്ന് കിട്ടുമോ? അല്ല, ഇല്ലെങ്കിൽ വേണ്ട. അവൻ്റെ നമ്പർ ഇവിടെ പോയി. നിത്യ,
കിളവന് ബോധമല്ല, ചത്തന്നാ തോന്നുന്നത്. പെട്ടെന്ന് വണ്ടി എടുത്തൊന്ന് മാറില്ല അങ്ങോട്ട്. എന്തിനാ? പെട്ടെന്ന് ആള് വരുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് മാറ്റണം. താൻ അമ്പലത്തിന് മുമ്പ് വെയിറ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരാം. പോ, പെട്ടെന്ന് പോ. ഇതിന്റെ സേഫ് സ്റ്റാർട്ട് എവിടെ ഇത്? പോലീസാ? ഇങ്ങോട്ട് മാറിയില്ലടാ, ഇങ്ങോട്ട് മാറിയില്ലടാ. എന്താടാ നിന്റെ പേര്? കിരൺ. എന്താടാ മുഴുവൻ പേര്? കിരൺ പി എസ്. ഉറക്കെ പറയടാ. കിരൺ പി എസ്. സാർ ഇതെല്ലാം വെറും ഫോട്ടോ കോപ്പിയാണ് സാർ. അത് നിന്റെ വണ്ടിയാണോടാ? അല്ല സാർ, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ. ഫ്രണ്ടിന്റെ? എന്താടാ അവന്റെ പേര്? നിത്യ നമ്പൂതിരി. നിത്യ നമ്പൂതിരി അല്ലടാ? അതെ സാർ. അപ്പൊ ആരാടാ ഈ ദിയ? അതവളുടെ അമ്മയോ ചേച്ചിയോ വല്ലതും ആയിരിക്കും. ആയിരിക്കും. നിത്യ നമ്പൂതിരിയുടെ ചേച്ചി ആയിരിക്കും ദിയ സാമുവൽ അല്ലടാ? എവിടെ നിന്നാടാ വണ്ടി മോഷ്ടിച്ചേ? എവിടെന്നോ വണ്ടിയും മോട്ടിച്ചോണ്ട് വന്ന വെപ്രാളത്തിനിടയിൽ ഇവൻ ആ സൈക്കിളുകാരനെ ഇടിച്ചിട്ടു അല്ലേടാ? അല്ല സാർ, ഞാൻ കള്ളനല്ല. സത്യം പറയടാ. ഇതിനു മുമ്പ് നീ എത്ര വണ്ടികൾ നാട് കടത്തിയിട്ടുണ്ട്? ഞാനൊന്നും കടത്തിയിട്ടില്ല സാർ. സാറേ, 2 എണ്ണം കൊടുത്താൽ ഇവൻ തത്ത പറയും പോലെ സത്യം പറയും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ നടാ പൊക്കിയത്? സത്യമായിട്ട് ഞാൻ മോട്ടിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു വണ്ടിയും മോട്ടിച്ചിട്ടില്ല സാർ. ഞാൻ കള്ളനല്ല. താനൊരു കാര്യം ചെയ്യും, അവന്റെ വീട്ടിൽ വിവരം അറിയിക്കും. പിന്നെ ഈ RC ബുക്കിലെ അഡ്രസ് നോക്കി ആ ഓണറെ കൂടെ വിവരം അറിയിക്കും. അവരും കൂടെ വന്നിട്ടാവാം ഇനി ചോദ്യം ചെയ്യല്. ഓക്കെ സാർ.